വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ ഉന്നതതല അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാകാമെന്ന് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകി. മുഖ്യമന്ത്രി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശം തേടി. തുറമുഖ ഡയറക്ടറായിരിക്കെ 15 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ശുപാർശ. ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിൽ കോടികളുടെ നഷ്ടമുണ്ടായെന്ന പരാതിയാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാം അന്വേഷിച്ചത്. അതീവ രഹസ്യ സ്വഭാവത്തിൽ സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ജേക്കബ് തോമസിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. IHC മെർവീഡ് എന്ന വിദേശ കമ്പനിക്ക് 2.67 കോടി രൂപ അനർഹമായി കിട്ടത്തക്ക വിധത്തിൽ ജേക്കബ് തോമസ് പ്രവർത്തിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ടെൻഡർ നടപടികളിലെ പിഴവടക്കം 28 വീഴ്ചകൾ ജേക്കബ് തോമസിനെതിരെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. ഡ്രഡ്ജർ വാങ്ങിയതിൽ ഖജനാവിനുണ്ടായ ആകെ നഷ്ടം 15 കോടി രൂപയുടേതാണ്. ഫയലുകൾ വിട്ടുനൽകാതെ അന്വേഷണം അട്ടിമറിക്കാൻ തുറമുഖ വകുപ്പ് ശ്രമിച്ചുവെന്ന് കെ.എം. എബ്രഹാം റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ശരിവെച്ച ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിനെതിരെ ഉന്നതതല അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. സുതാര്യത ഉറപ്പാക്കാൻ അന്വേഷണം കഴിയും വരെ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നും ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകി. 1 മാസത്തിലേറെ കഴിഞ്ഞാണ് ഫയലിൽ മുഖ്യമന്ത്രി തുടർ നടപടി സ്വീകരിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം തേടി. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജ്, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ ശ്രീ CR നീലകണ്ഠൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ ഇടവേള.